നക്ഷത്രങ്ങളെ കണ്ട രാജകുമാരി. പണ്ടൊരു കാലത്ത് മാന്ത്രികത നിറഞ്ഞ സ്ഥലത്ത് ഒരു രാജ്യമുണ്ടായിരുന്നു. ഒരു യുദ്ധവുമില്ലാതെ പ്രജകൾ സമാധാനത്തോടെ ജീവിച്ചു. അവരുടെ അനുഭവങ്ങൾക്ക് പുറകിലുള്ള രഹസ്യത്തെപ്പറ്റി അവർക്കറിയില്ലായിരുന്നു. അവരുടെ ജീവിതത്തിന് പുറകിലുള്ള ശക്തി അവർക്കൊട്ടും അറിയില്ലായിരുന്നു. ഈ ഭൂമിയുടെ അനുഗ്രഹത്തിലാണ് അവർ ജീവിച്ചു പോകുന്നത്. ഈ ആപ്പിൾ ഒന്ന് നോക്കിയേ. കഴിഞ്ഞ വർഷത്തെ വിളവെടുപ്പിനേക്കാളും ഈ വർഷത്തേത് കൊള്ളാം. അത് സത്യമാണ്. ഇത്രയും കാലം ഉണ്ടായതിൽ വെച്ച് ഏറ്റവും നല്ല സീസൺ ഇതാണ്. ഇത് അനുഗ്രഹിക്കപ്പെട്ട രാജ്യമാണ്. എന്റെ മുത്തശ്ശൻ എന്നോട് ഒരു കഥ പറഞ്ഞിരുന്നു. ആകാശം കരഞ്ഞ സമയത്ത് ഒരു നക്ഷത്രം താഴെ വീണുവെന്ന്. അത് 2 ജീവനുകളായി മാറിയത്രേ. അതൊക്കെ നടക്കും. എന്റെ മുത്തശ്ശൻ ഒരു തവണ നക്ഷത്രങ്ങളോട് സംസാരിച്ചതായിട്ട് പറഞ്ഞിരുന്നു. നിനക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അതെ, സത്യം തന്നെയാണ്. കാരണം നക്ഷത്രം ശരിക്കും വീണിട്ടുണ്ട്. ഒരുപാട് പേരത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ പഴയ കഥകളല്ലേ. നക്ഷത്രങ്ങൾ എങ്ങനെയാ വീഴുന്നത്? മിന്നാമിന്നി വീണതായിരിക്കും ചിലപ്പോ. പത്ത് വയസ്സ് പ്രായമുള്ളപ്പോൾ രാജകുമാരി ഷൈൻ ഒരു കാര്യം കണ്ടുപിടിച്ചു. ലോകത്തിൽ നിന്ന് അവളെ ഒറ്റപ്പെടുത്തിയത് അതാണ്. ആകാശത്ത് കാണുന്ന രൂപങ്ങളെയും ചില സമയം മനുഷ്യരുടെ തലകളെയും അവൾ കണ്ടു. ഈ രൂപങ്ങളെല്ലാം എപ്പോഴും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. ചില സമയങ്ങളിൽ അവളുടെ ശബ്ദമല്ല അതെന്ന് തോന്നും. എന്താണ് അതിന്റെയൊക്കെ അർത്ഥം? മഴ വരാൻ പോകുന്നു, പക്ഷെ ഇപ്പോഴല്ല. ഇവർ സൂക്ഷിച്ചുകൊണ്ടേയിരിക്കണം. ഇവർ വീഴാൻ പോകുകയാണ്. വീഴുമെന്നോ? പക്ഷെ അവരെപ്പോഴും അനങ്ങി തുടങ്ങിയില്ലല്ലോ രാജകുമാരി. നിങ്ങളൊന്ന് ക്ഷമിക്കൂ. പക്ഷെ നിങ്ങൾക്കതെങ്ങനെ അറിയാം? ഇത് ആദ്യത്തെ തവണയല്ല, അത് നക്ഷത്രങ്ങളാണ്. വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അവൾ എപ്പോഴും ഒറ്റപ്പെടൽ അനുഭവിച്ചു. ഒരു സമയത്ത് അവൾക്ക് പ്രത്യേകമായി ലഭിച്ച ആ കഴിവ് അവളെ അന്തർമുഖിയാക്കി തീർത്തു. അവളുടെ ഓരോ വാക്കുകളും മറ്റുള്ളവരെ വല്ലാതെ പരിഭ്രാന്തരാക്കി. ഷൈൻ ചീത്തക്കാര്യങ്ങൾ മാത്രമേ പറയൂ എന്ന് എല്ലാവർക്കും ബോധ്യമായി. അതുമാത്രമല്ല, ഷൈനും അങ്ങനെ തോന്നി തുടങ്ങി. എങ്ങനെയൊക്കെയോ അതേ സമയത്ത് തന്നെ രാജ്യവും കഷ്ടപ്പെടാൻ തുടങ്ങി. എന്ത്? ഒരു കേടായ ആപ്പിളോ? ഇങ്ങനെയൊന്നും മുൻ വർഷങ്ങളിൽ സംഭവിച്ചിട്ടേ ഇല്ലല്ലോ. വർഷങ്ങൾ കടന്നുപോയി. രാജ്യത്തിലെ പ്രജകളെല്ലാവരും അവരെ കൊണ്ടാകുന്നത് പരിശ്രമിച്ചു. ആ രാജ്യത്തിന്റെ തലയെഴുത്ത് തന്നെ മാറ്റാൻ. ഒരു നിധി കടലിനുള്ളിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു. വാ, നമുക്ക് പോവാം. സന്തോഷം നിറഞ്ഞ ദിവസങ്ങളെ തിരികെ കൊണ്ടുവരാം. പക്ഷേ ഒന്നും നടന്നില്ല. അപ്പോൾ മറ്റൊരു സ്ഥലത്ത് ഷൈൻ വളർന്നൊരു ചെറുപ്പക്കാരിയായി. എപ്പോഴും അവൾ ലൈബ്രറിയുടെ ഉള്ളിലാണുണ്ടാകുക. അവൾ വിശ്വസിക്കുന്ന പരിചാരകരോടൊപ്പം. മാർക്കസ് മാത്രമാണ് അവളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. അവൾ അവളുടെ കഴിവിൽ നിന്ന് ഓടി ഒളിക്കുകയായിരുന്നു. താൻ തനിക്ക് തന്നെ പ്രശ്നമാകുമെന്നറിഞ്ഞ്. നിങ്ങൾക്ക് ഒറ്റയ്ക്കിരിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ലേ?
മനസ്സിലുള്ളത് പുറത്തേക്ക് പറയണമെന്ന് വിചാരിച്ചു. മാർക്കസിനോട് തന്റെ ഒറ്റപ്പെടലിനെ കുറിച്ച് പറയണമെന്നും ഈ പ്രത്യേക കഴിവുകളെല്ലാം വലിച്ചെറിഞ്ഞ് ഭാവി കാലത്തെ പറ്റി പറയാതിരിക്കണമെന്നും അവൾ വിചാരിച്ചു. പക്ഷേ മാർക്കസ് മാത്രമാണ് ഷൈൻ വ്യത്യസ്തയല്ലെന്ന് വിചാരിക്കുന്ന ഒരേ ഒരാൾ. ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ തന്നെ വ്യത്യസ്തമായ ഒരു പാറ്റേൺ അവന്റെ തലയിൽ അവൾ കണ്ടു. അതുകൊണ്ട് തന്നെ മാർക്കസിനെ മാത്രമേ വിശ്വസിക്കാവൂ എന്ന് അവൾ കരുതി. അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ അവൾ ആഗ്രഹിച്ചില്ല. തന്നെ പറ്റി തന്നെ പറഞ്ഞ് എന്തിനു വെറുതെ തെറ്റിദ്ധാരണ ഉണ്ടാക്കണം? ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല. എനിക്ക് മറ്റുള്ളവരുടെ കൂടെ ശരിയാകില്ല. ആ, ഉറപ്പായിട്ടും പറ്റും. നിങ്ങൾ നോക്കിക്കോ, മാർക്കറ്റിൽ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി കുറച്ചു നേരം അതൊക്കെ ഒന്ന് കണ്ടാലോ? എന്നെ ആരും പുറത്തേക്ക് വിടില്ല. അത് രാജകുമാരിയെ ആരും കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. അവൾക്ക് എന്തോ തോന്നി. അവളുടെ മനസ്സുണർന്നു. യാതൊരു തെറ്റുമില്ലാതെ ഒരാളുടെ തലയിൽ വേറൊരു പാറ്റേൺ കണ്ടു, അതും അപകടകരമായത്. ഭാവി കാലവും അതുതന്നെ പറഞ്ഞു. ഇവൻ വളരെ ദുഷ്ടനാണ്. എന്തിനാണ് വന്നതെന്ന് പോലും മറന്നുപോയി. ഷൈൻ അവളല്ലാതെ സാധാരണ പെൺകുട്ടിയായി ഇരിക്കാനാണ് വന്നത്. പക്ഷെ അവൾക്ക് കോപം വന്നു. എന്തിനാ ഇവിടെ വന്നത്? എന്താ നിനക്കെന്താ ഇത്ര പ്രശ്നം? എന്തോ ഒരു തീരുമാനത്തിലാണല്ലോ. പക്ഷേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അല്ല, അതിന് ഞങ്ങൾ വെറും ടൂറിസ്റ്റുകൾ മാത്രമാണ്. പക്ഷേ അത് വളരെ താമസിച്ചു പോയി. എല്ലാവരും രാജകുമാരിയെ തന്നെ നോക്കി. നിന്നെ ചില കാര്യങ്ങളിൽ നിന്നും അകറ്റി നിർത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ ഞാൻ തോറ്റുപോയി. ഇല്ല അച്ഛാ, ഞാനാണ് നിങ്ങളെ പറ്റിച്ചത്. മനുഷ്യരെ പറ്റി ഞാൻ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയുള്ള പാറ്റേൺ ഒന്നും എനിക്കിനി കാണണ്ട. ഇനിയൊരു പക്ഷെ എന്റെ ശരീരത്തിന് സുഖമില്ലെന്ന് അറിയില്ല. എനിക്ക് സഹായം വേണം. ഞാനാണ് ഇവിടുത്തെ പ്രശ്നക്കാരി. ഞാൻ എന്റെ മുറിയിൽ തന്നെ ഇരിക്കാം. ആ, ഈ സമയത്ത് ഇടിയും മിന്നലും. അവൾ വേഗത്തിൽ ജനലിന്റെ അടുത്തേക്ക് പോയി. അപ്പോഴാണ് അത് കണ്ടത്. നക്ഷത്രങ്ങൾ ഒരു പാറ്റേൺ ഉണ്ടാക്കിയിരിക്കുന്നു. അവൾക്ക് അത്ഭുതമായി. അത് അവൾ ഒഴിവാക്കിയില്ല. അവൾ തലമറച്ചു, വിളക്കെടുത്തു, ഉടനെ തന്നെ പുറപ്പെട്ടു. ഷൈന് താൻ കണ്ടതെന്താണെന്ന് മനസ്സിലായില്ല. താഴെ അതാ വെളിച്ചം. പക്ഷെ ആലോചിക്കുന്നതിനു മുൻപ് നക്ഷത്രങ്ങൾ താഴെ നിന്ന് പൊട്ടിച്ചിതറി. അവൾക്ക് വേണ്ടി കാത്തിരുന്നതുപോലെ. പിന്നീടത് വാനത്തേക്ക് ഉയർന്നു പോയി. അപ്പോഴാണ് ഇത് നടന്നത്. ഷൈനും ആകാശത്തിലേക്ക് പറക്കാൻ തുടങ്ങി. ആ നക്ഷത്രം കാണാതെ പോയ ഭാഗങ്ങൾ കണ്ടുപിടിച്ചു. ഇനി ഇത് വെറും ഷൈനല്ല. അവസാനം തന്റെ നക്ഷത്രത്തെ അവൾ തന്നെ കണ്ടുപിടിച്ചു. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായി അറിയാം. എന്നത്തേതിനേക്കാളും ഇന്ന് ഇരുട്ട് കുറച്ച് കൂടുതലാണല്ലോ. എല്ലാ വെളിച്ചങ്ങളും നീ കെടുത്തിയായിരുന്നോ? എന്നെ കൊണ്ട് പറ്റാവുന്നതെല്ലാം ഞാൻ കെടുത്തി. ഇന്ന് ഇരുട്ടാണ് നമ്മളുടെ ചങ്ങാതി. അയ്യോ, നിന്നെ എന്താ അത്? കണ്ണ് വെട്ടിത്തിളങ്ങുന്നത് പോലെയുള്ള വെളിച്ചമാണ് മാളികക്കകത്ത്. നീയോ? മാറി നിൽക്ക്. ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കീഴടങ്ങാൻ പോകുന്നോ അതോ ഇനി വരുന്ന പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നോ? ഞങ്ങൾ കൊട്ടാരത്തിലെ രാജകുമാരിയെ കണ്ടാൽ പേടിക്കില്ല. നീ വേണമെങ്കിൽ കീഴടങ്ങിക്കോ. നന്നായി ചിന്തിക്ക്. ഞാൻ ആക്രമിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്കത് താങ്ങാൻ കഴിയില്ല. എന്ത്? നിനക്കെന്താ ഭ്രാന്താണോ രാജകുമാരി? അങ്ങനെയെങ്കിൽ നിങ്ങൾ ചോദിച്ചത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ അന്ധകാരം എന്നിൽ നിന്ന് മറക്കാൻ കഴിയില്ല. നിങ്ങളുടെ സ്വാർത്ഥത എനിക്ക് നന്നായി അറിയാം.
നിങ്ങളുടെ മനസ്സിനുള്ളിൽ അന്ധകാരമാണ്, പക്ഷെ എവിടെയെങ്കിലും ഒരു വെളിച്ചമുണ്ടാകും. എന്റെ പ്രജകളെ ഒരിക്കലും ഞാൻ കഷ്ടപ്പെടുത്തില്ല. ഷൈൻ തന്റെ കൈകൾ വിടർത്തി. ശക്തിയുള്ള വെളിച്ചം അതിൽ നിന്നും പുറപ്പെട്ടു. അതാണ് നക്ഷത്രങ്ങളുടെ വെളിച്ചം. രാജ്യത്തിന്റെ സുരക്ഷ തന്നെ അവരുടെ കൈകളിലാണ്. പക്ഷെ ആ വെളിച്ചം ആരെയും യാതൊന്നും ചെയ്തില്ല, ആ കൊള്ളക്കാരെ അല്ലാതെ. ആ വെളിച്ചത്തിന്റെ ശക്തി അവരെ അങ്ങനെ തന്നെ ഉയർത്തി കൊട്ടാരത്തിന് വെളിയിലേക്ക് വലിച്ചെറിഞ്ഞു. ഷൈൻ, എന്ത്? എന്നോട് ക്ഷമിക്കൂ അച്ഛാ, പക്ഷെ എനിക്കൊരു കാര്യം പറയണം. എനിക്ക് പാറ്റേൺസ് അറിയാം, മനുഷ്യരുടെയും ആകാശത്തിന്റെയും. അതൊരു ശാപമല്ല. ഇവരെന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. എനിക്കറിയാം. ഇവര് പറയുന്നത് ശരിയാണ് മഹാരാജാവേ. ഇത്രയും വർഷം എനിക്കും ഈ സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ എല്ലാവർക്കും മുമ്പിൽ സത്യം വെളിപ്പെട്ടിരിക്കുന്നു. പല വർഷങ്ങൾക്ക് മുന്നേ ഭൂമിയിൽ വീണ ഒരു നക്ഷത്രമാണ് ഇവർ. അതുകൊണ്ടാണ് നമ്മളുടെ ഈ രാജ്യം അനുഗ്രഹിക്കപ്പെട്ടതായി മാറിയത്, സന്തോഷത്തോടെയും സമാധാനത്തോടെയും. ഇവളാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ സംരക്ഷണ കർത്താവ്. എന്താ, ഇവൾ നക്ഷത്രമാണെന്നോ? അതുകൊണ്ടാണ് ഇവർക്ക് ഭാവി കാലം അറിയാൻ കഴിഞ്ഞത്. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ രാജ്യം പ്രശ്നങ്ങളിൽ അകപ്പെട്ടത്? ഞാൻ കാരണമാണ്. അവളുടെ ശക്തികളെ ഞാൻ അടിച്ചമർത്താൻ നോക്കി. നീ എന്നോട് ക്ഷമിക്കണം രാജകുമാരി. ഇല്ല അച്ഛാ, എന്നെ കൊണ്ടാണ്. എന്നെ എല്ലാവരും കുറ്റം പറയുന്നതിന്റെ കാരണം ഞാൻ തന്നെയാണ്. എനിക്ക് എന്നെ മനസ്സിലായില്ല. എനിക്ക് എന്നെ തന്നെ സംശയമായിരുന്നു. എന്റെ കഴിവ് ഞാൻ ഉപയോഗിക്കാതെ വെച്ചു. നക്ഷത്രങ്ങൾക്ക് എന്നോട് ദേഷ്യമില്ല, അവർ എനിക്ക് വേണ്ടി കാത്തിരുന്നു. എനിക്കെന്തോ വ്യത്യസ്തതയുണ്ട്. എന്നെ ഞാൻ തന്നെ അപമാനിക്കേണ്ടെന്ന് കരുതി ഞാൻ ഒതുങ്ങിപ്പോയി. ഞാൻ എത്രമാത്രം ദുർബലയാണോ അതുപോലെ തന്നെയാണ് രാജ്യവും ഇപ്പോൾ ആയത്. പക്ഷെ ഇപ്പോൾ എനിക്കറിയാം, എന്റെ ശക്തി ഒരിക്കലും ശാപമല്ല. ഇതിൽ നിന്ന് ഞാൻ ഒരിക്കലും ഒളിച്ചോടില്ല. രാജ്യത്തിലെ പ്രജകളെല്ലാവരും രാജകുമാരിയെ മനസ്സിലാക്കി. അവരാരാണെന്നും മനസ്സിലാക്കി. എല്ലാവർക്കും വഴികാട്ടുന്ന വെളിച്ചമാണ്. അവരെ എല്ലാവരെയും സംരക്ഷിക്കുന്ന നക്ഷത്രം. ഇതിനപ്പുറം തെറ്റിദ്ധരിക്കപ്പെടില്ല. ഷൈന് സന്തോഷമായി. അപകടവും അവൾ മനസ്സിലാക്കി, അവളുടെ ശക്തിയുടെ റിസ്കിനെ പറ്റിയും. ജനങ്ങളുടെ ഭാവിയെപ്പറ്റി അറിയുക എന്നത് ഒരു വലിയ ഉത്തരവാദിത്വം തന്നെയാണ് ഷൈൻ. അതെ അച്ഛാ, പക്ഷേ ക്ഷമയോടെയും അറിവോടുകൂടിയും എന്നെ ഞാൻ വിശ്വസിച്ചാൽ മതിയെന്ന് ഞാൻ പഠിച്ചു. എന്നെ കൊണ്ട് എന്തും സാധിക്കും. എന്റെ മകളെ ഞാൻ വിശ്വസിക്കുന്നു.